അസ്സലാമു അലൈക്കും. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ചാപ്റ്ററിലെ അവസാനത്തെ ടോപ്പിക്കാണ്. ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്തിരുന്നത് അതോറിറ്റി ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള ഭാഗമായിരുന്നു അല്ലേ. അതിൽ അതോറിറ്റി ഡിസൈഡ് ചെയ്യുന്ന 4 ഫാക്ടേഴ്സ് ഉണ്ട്. 2 ഫാക്ടേഴ്സ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തു. ദാറ്റ് ഈസ് പ്രിൻസിപ്പിൾ ഓഫ് ഡെലിബറേഷൻ ആൻഡ് പ്രൊസീജിയർ അല്ലേ. ആൻഡ് ദ റിമൈനിങ് 2 ഫാക്ടേഴ്സാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ തേർഡ് ഫാക്ടർ ദാറ്റ് ഈസ് ദ ഇൻഹെറിറ്റൻസ് ഓഫ് നാഷണലിസ്റ്റ് മൂവ്മെൻറ്റ്. അപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആധികാരികത നിർണ്ണയിക്കുന്ന മൂന്നാമത്തെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ് ഇൻഹെറിറ്റൻസ് ഓഫ് നാഷണൽ മൂവ്മെൻറ്റ്. നാഷണൽ മൂവ്മെൻറ്റിൻ്റെ സ്വാധീനം ഇന്ത്യൻ ഭരണഘടന എത്രത്തോളം ആധികാരികമാണ് എന്നുള്ളതിനെ സ്വാധീനിച്ച ഒരു ഘടകമാണെന്നാണ് പറയുന്നത്. അതായത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പോരാട്ടം അതാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. Even though the constitution was drawn up by the Constituent Assembly, the background for the constitution was created by the principles of India's freedom movement. അപ്പോൾ അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടർ. അതായത് ശരിക്കും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോം ചെയ്തത് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ നിർദ്ദേശങ്ങളുടെ ബേസിലാണ് അല്ലേ. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയാണ് ആ ഫോം ചെയ്യാൻ മുൻകൈ എടുത്ത് അവരാണ് തയ്യാറാക്കിയത്. എങ്കിൽ കൂടിയിട്ടും ആ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി അത് എന്തിൻ്റെ ബേസിലാണ് ക്രിയേറ്റ് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഭാഗമായിട്ട് കുറേ പ്രിൻസിപ്പിൾസ് ഉണ്ട്, കുറേ തത്വങ്ങളുണ്ട്. അതിനെ ഫോളോ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവർ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലൂടെ അവർക്കിങ്ങനെ പരിശോധിച്ചാൽ എന്താണ് ഇന്ത്യൻ ജനതയ്ക്ക് ആവശ്യം, ഇന്ത്യയിൽ ഒരു ജനാധിപത്യ ഭരണം സംവിധാനിക്കണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളിൽ എന്ത് ചെയ്യണം, ശ്രദ്ധ വേണം, എന്തെല്ലാം പ്രിൻസിപ്പിൾസ് നമ്മളവിടെ ഫോളോ ചെയ്യണം. അപ്പോൾ അവർക്ക് എന്തുണ്ട്, വ്യക്തമായിട്ടുള്ളൊരു ധാരണയുണ്ട്. സോ ആ ബേസിലാണ് എന്ത് ചെയ്യുന്നത്, അവർ കോൺസ്റ്റിറ്റ്യൂഷന് ഫോം ചെയ്തിട്ടുള്ളതെന്ന് പറയുന്നത്. ദ നാഷണലിസ്റ്റ് മൂവ്മെൻറ്റ് ഹാഡ് ഡിബേറ്റഡ് ഫോർ മെനി ഇയേഴ്സ് ഇഷ്യൂസ് സച്ച് ആസ് the form of government India should adopt, the values it should uphold, etc. അപ്പോൾ ശരിക്കും ഇവരുണ്ടല്ലോ, ഈ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഫോം ചെയ്യുന്ന ആളുകൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏത് തരത്തിലുള്ള ഗവൺമെൻറ്റാണ് ഇന്ത്യക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റത്, അതായത് ഏത് തരത്തിലുള്ള ഗവൺമെൻറ് സമ്പ്രദായമാണ് ഇന്ത്യയിൽ വേണ്ടത്, അതുപോലെ തന്നെ എന്തെല്ലാം വാല്യൂസാണ് നമ്മൾ ഇന്ത്യൻ ജനത മുറുകെ പിടിക്കേണ്ടത് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഫോം ചെയ്യുന്ന സമയത്ത്. അങ്ങനെ കാര്യങ്ങളെ പറ്റിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കുറേ ഡിബേറ്റ്സും ഡിസ്കഷനൊക്കെ നടത്തിയിട്ടുണ്ട്. What the Constituent Assembly did was to give concrete shape and form to the principles it had inherited from the nationalist movement. അപ്പം അവർ പറഞ്ഞ ആ പ്രിൻസിപ്പിൾസും റൂൾസും റെഗുലേഷൻസൊക്കെ ഉണ്ടല്ലോ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഫോം ചെയ്യാൻ വേണ്ടി, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോം ചെയ്യാൻ വേണ്ടി, അതൊക്കെ ദാറ്റ് ഈസ് ഇൻഹെറിറ്റഡ് ഫ്രം ദ നാഷണൽ മൂവ്മെൻറ്റ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ നിന്ന്, സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അതിൽ നിന്ന് കിട്ടിയ അറിവുകളും അതിൽ നിന്നുള്ള അനുഭവങ്ങളും ഇന്ത്യൻ ജനതയെ തൊട്ടറിഞ്ഞ് ഇന്ത്യയുടെ എല്ലാ തലങ്ങളിലും എന്താ പറയുക, അവർക്ക് എന്തുണ്ട്, വളരെ വ്യക്തമായിട്ടുള്ള ശക്തമായിട്ടുള്ള സ്വാധീനമുണ്ട് ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമര പോരാട്ടവുമായി ബന്ധപ്പെട്ട ആളുകൾക്ക്. അപ്പം അതിൽ നിന്നൊക്കെ എന്താ പറയുക, ആശയങ്ങൾ ഉൾക്കൊണ്ടിട്ടും അവരുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്തിട്ടൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, യഥാർത്ഥത്തിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോം ചെയ്തിട്ടുള്ളത്. അപ്പം എന്താ പറയുക, നമുക്ക് ആ നാഷണലിസ്റ്റ് മൂവ്മെൻറ്റിന്, അതായത് സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന് അല്ലെങ്കിൽ ചരിത്രത്തിന് ശരിക്കും കോൺസ്റ്റിറ്റ്യൂഷൻ ഫോം ചെയ്യുന്നതിൽ പ്രധാനപ്പെട്ട റോളുണ്ട്. ഓക്കെ, ദ നാഷണലിസ്റ്റ് മൂവ്മെൻറ്റ് ബ്രോട്ട് മെനി ഗ്ലോറിയസ് പ്രിൻസിപ്പിൾ ടു ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി. Nehru moved the objective resolution for defining the aims of the Constituent Assembly. This objective resolution represented the values behind the Constitution. അതായത് ഈ നാഷണലിസ്റ്റ് മൂവ്മെൻറ്റ് എന്ത് ചെയ്യുന്ന കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് എന്ത് ചെയ്ത് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിക്ക് സമർപ്പിച്ചിട്ടുണ്ട്. അതാണ് ശരിക്കും എന്താണ് നെഹ്റു ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ എന്നുള്ള ഒരു പേരിൽ എന്ത് ചെയ്ത് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ
പറഞ്ഞിട്ടുള്ളത്, റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടുന്ന് ചോദിക്കുന്ന ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ദ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ വാസ് പ്രസൻറ്റഡ് ബൈ. ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനെ പ്രസൻറ്റ് ചെയ്തത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ പ്രസൻറ്റ് ചെയ്തത്. ഇപ്പോൾ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ പ്രസൻറ്റ് ചെയ്തത് December 13, 1946 ഇത് ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്തൊരു ഇൻഫർമേഷനാണ്. ഞാൻ നിങ്ങൾക്ക് എന്താ പറയുക, അതിൽ എൻ്റെ ഒരു ചെറിയ ഡീറ്റെയിൽസ് തരികയാണ്. അപ്പം December 13, 1946 ജവഹർലാൽ നെഹ്റു പ്രസൻറ്റ് ചെയ്തതാണ് എന്ത്? ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ. ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇൻക്ലൂഡ് ദ ഫിലോസഫി ആൻഡ് ഗൈഡിങ് പ്രിൻസിപ്പിൾസ് ഫോർ ഫ്രെയിമിംഗ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്യാൻ വേണ്ട എന്ത് ഫിലോസഫിയും അതുപോലത്തെ ഗൈഡ് ലൈൻസൊക്കെ ഗൈഡിങ് പ്രിൻസിപ്പിൾസൊക്കെ ഉൾപ്പെട്ടിട്ടുള്ളതാണ് എന്ത്? ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ. ആൻഡ് ലേറ്റർ ടു ദ ഫോം ഓഫ് പ്രിയാമ്പിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ഈ ഗൈഡിങ് പ്രിൻസിപ്പിൾസ്, ഈ അടിസ്ഥാനപരമായിട്ടുള്ള ഈ ഫിലോസഫിയും അതുപോലെ തന്നെ ഗൈഡിങ് പ്രിൻസിപ്പിളൊക്കെയാണ് പിന്നീട് എന്ത് വരുന്നത്? ഇന്ത്യൻ ഭരണഘടന ഫോം ചെയ്ത സമയത്ത് അതിൻ്റെ പ്രിയാമ്പിളിൽ വന്ന കാര്യങ്ങൾ ഈ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ, അതായത് ആമുഖത്തിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ, ആ ആമുഖത്തിൽ വണ്ണായിട്ട് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട്, അതായത് ഈ ഭരണഘടന എന്തിനൊക്കെയാണ് വിഭാവനം ചെയ്യുന്നത്, എന്തിനൊക്കെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നതെന്നാണ് അതിൻ്റെ ആമുഖത്തിൽ പറയുന്നത്. ആ ആമുഖത്തിൽ പറഞ്ഞ ഓരോ കാര്യങ്ങളും അന്ന് നെഹ്റു ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനിൽ പ്രസൻറ്റ് ചെയ്ത കാര്യങ്ങളാണ്. അപ്പം ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനിൽ പ്രസൻറ്റ് ചെയ്തത് ജവഹർലാൽ നെഹ്റു ആണ്. അത് ശരിക്കും എന്താണ് പറഞ്ഞാൽ ഇറ്റ് ഇൻക്ലൂഡ് ദ ഫിലോസഫി ആൻഡ് ഗൈഡിങ് പ്രിൻസിപ്പിൾസ് ഫോർ ഫോമിങ് ദ കോൺസ്റ്റിറ്റ്യൂഷന്. ഓക്കെ, അപ്പോൾ ഈ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനിൽ പറയുന്ന പ്രധാനപ്പെട്ട പോയിൻറ്റുകളാണ് നെക്സ്റ്റ് പേജിൽ അതിവിടെ പറയാൻ പോകുന്നത്. മെയിൻ പോയിൻറ്റ്സ് ഓഫ് ദ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ. ഓക്കെ, ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനിൽ പറയുന്ന പ്രധാനപ്പെട്ട പോയിൻറ്റുകളാണ്. ഒന്ന്, അത് എക്സാമിന് അങ്ങനെ ചോദിക്കൊന്നുമില്ല, പക്ഷേ എന്താ പറയുക, അത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്തൊക്കെയാണ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്ന കാര്യങ്ങൾ, അതിൻ്റെ ഉള്ളടക്കത്തിൽ ഏതെല്ലാം ഭാഗങ്ങളെ ഉൾക്കൊണ്ടിട്ടുണ്ട്, എന്തെല്ലാം കാര്യങ്ങളാണ് മൊത്തത്തിൽ അതിൽ പറയുന്നു എന്നുള്ളതിനൊരു ആമുഖം, അല്ലെ ആമുഖത്തിലാണ് ഈ ശരിക്കും ഈ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൽ പറയുന്നത് ഇന്ത്യ ഈസ് ആൻ ഇൻഡിപെൻഡൻറ്റ് സോവറിൻ റിപ്പബ്ലിക് എന്ന്. അപ്പോൾ ഇന്ത്യ ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമാണ് അല്ലേ. ഇന്ത്യ ഷാൾ ബി എ യൂണിയൻ ഓഫ് എൽസ്വെയർ ബ്രിട്ടീഷ് ഇന്ത്യൻ ടെറിട്ടറീസ്, ഇന്ത്യൻ സ്റ്റേറ്റ് ആൻഡ് അതർ പാർട്സ് ഔട്ട്സൈഡ് ദ ബ്രിട്ടീഷ് ഇന്ത്യ ആൻഡ് ഇന്ത്യൻ സ്റ്റേറ്റ് ആർ വില്ലിംഗ് ടു പാർട്ട് ഓഫ് ദ യൂണിയൻ. അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് എന്തായിരുന്നു? ഈ ബ്രിട്ടീഷ് ഇന്ത്യൻ ടെറിട്ടറീസ് ഉണ്ട്, അതുപോലെ തന്നെ ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണം നടത്തുന്ന ഭൂപ്രദേശങ്ങളുണ്ട്, ഇന്ത്യൻ സ്റ്റേറ്റുകളുണ്ട്, അതായത് ഇന്ത്യയിൽ തന്നെ നാട്ടുരാജാക്കന്മാർ ഭരിക്കുന്ന സ്ഥലങ്ങളുണ്ട്, ആൻഡ് അതർ പാർട്സ് ഔട്ട്സൈഡ് ദ ബ്രിട്ടീഷ് ഇന്ത്യ, ബ്രിട്ടീഷ് ഇന്ത്യയിൽ പെടാത്ത സ്ഥലങ്ങളുണ്ട്, ആൻഡ് ഇന്ത്യൻ സ്റ്റേറ്റ് ആർ വില്ലിംഗ് ടു ബി പാർട്ട് ഓഫ് ദ യൂണിയൻ. അവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഇന്ത്യൻ യൂണിയനിൽ ലയിക്കാൻ തയ്യാറായിട്ടുള്ളതാണ്. അതൊക്കെ എന്താണ്? ഇന്ത്യൻ യൂണിയൻ്റെ ഒരു ഭാഗമാണ്. ഓക്കെ, ദ ടെറിട്ടറീസ് ഫോമിംഗ് ദ യൂണിയൻ ഷാൾ ബി ഓട്ടോണമസ് യൂണിറ്റ്സ് ആൻഡ് എക്സസൈസ് ഓൾ പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് ദ ഗവൺമെൻറ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എക്സെപ്റ്റ് ദോസ് അസൈൻ ടു ഓർ വെസ്റ്റഡ് ഇൻ ദ യൂണിയൻ. അതായത് ചില സ്ഥലങ്ങൾ നമുക്കറിയാം കേന്ദ്രഭരണ പ്രദേശങ്ങളായിട്ട് ഉണ്ടാവും അല്ലേ. അപ്പോൾ ഡൽഹി, പോണ്ടിച്ചേരി, അങ്ങനെ യാനം, അങ്ങനെ 9 കേന്ദ്രഭരണ, ഇപ്പോൾ ലഡാക്കും ജമ്മു ലഡാക്കും കേന്ദ്രഭരണ പ്രദേശങ്ങളായി മാറില്ല. അതുപോലെ തന്നെ ഭരണ പ്രദേശങ്ങളുണ്ട്. അവർ എന്താണ് ഇന്ത്യൻ പൂർണ്ണമായിട്ടൊരു സ്റ്റേറ്റായിട്ട് നിൽക്കാൻ അവർക്ക് എന്തില്ല, അത്ര വിസ്തൃതിയില്ല. എങ്കിലും അവർ കേന്ദ്രത്തിന് കീഴിലുള്ള തന്നെ ഒരു പ്രത്യേക ടെറിട്ടറി ആയിട്ട് വേറിട്ട് നിൽക്കുന്ന അവർക്കുള്ള പ്രത്യേകതകൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദേ ഹാവ് ദ ഓട്ടോണമസ് യൂണിറ്റ്. അവർക്ക് സ്വയംഭരണാധികാരം ഉണ്ടായിരിക്കും. എന്തിലൊക്കെ? ഓൾ ദ പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് ഗവൺമെൻറ് അഡ്മിനിസ്ട്രേഷൻ. അതായത് ഭരണപരമായിട്ടുള്ള കാര്യങ്ങളിൽ അവർക്ക് എന്തുണ്ടാവും? ഒരു ഓട്ടോണമസ് ഉണ്ടായിരിക്കും. അവർക്ക് എന്താ പറയുക, ഇലക്ഷൻ നടത്താം,
അതുപോലെ തന്നെ അങ്ങനത്തെ എല്ലാ കാര്യങ്ങൾക്കും എന്ത് ചെയ്യുക, അവർക്ക് സ്വയം ഭരണാധികാരം ഉണ്ടായിരിക്കും. പക്ഷെ ചില കാര്യങ്ങളിൽ എന്ത് ചെയ്യണം, സെൻട്രലിൻ്റെ ഒരു കീഴ്വഴക്കത്തിനനുസരിച്ച് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇൻ ദ കേസ് ഓഫ് ഡൽഹി ഒരു യൂണിയൻ ടെറിട്ടറി ആണല്ലോ. അപ്പോൾ ആ ഡൽഹിയിലത്തെ കാര്യം തന്നെ ശരിക്കും അവരൊരു കേന്ദ്രഭരണ പ്രദേശമായതുകൊണ്ട് അവരുടെ എല്ലാ കാര്യങ്ങളിലും എന്താ പറ്റില്ല, കേന്ദ്രത്തിന് ഇടപെടൽ ഉണ്ടാവാൻ പാടില്ല. പക്ഷേ ഇപ്പോൾ സൈന്യത്തിൻ്റെ കാര്യം, ഡൽഹി പോലീസ് എന്തിന് യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ കീഴിലാണ്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഡൽഹി എന്ന യൂണിയൻ ടെറിട്ടറിക്ക് എന്തുണ്ടാവില്ല, അവരുടേതായിട്ടുള്ള റോൾ ഉണ്ടാവില്ല. അതിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു ഇടപെടലുണ്ടാവും. അപ്പം ഇങ്ങനെ യൂണിയൻ ടെറിട്ടറി ആയിട്ട് എന്ത് ചെയ്യാം, സ്ഥലങ്ങൾക്ക് നിൽക്കാം. അതിനെന്തില്ല, സെൻട്രൽ ഗവൺമെൻറ് അനുമതി നൽകാത്ത ഒരു അവസരമില്ല. പക്ഷേ എങ്കിൽ കൂടിയിട്ടും യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു ഇതുണ്ടാവും, ഒരു ഇടപെടലുണ്ടാവും. അവരുടെ ഒരു മേൽനോട്ടത്തിലായിരിക്കും കാര്യങ്ങൾ എന്ത് ചെയ്യുക, പോകുക എന്നാണ് അവിടെ അർത്ഥമാക്കുന്നത്. All the powers and authority of a sovereign and independent India and its constitution shall flow from the people. അപ്പം നമ്മൾ പറഞ്ഞു എല്ലാ എന്താ പറയുക, ഒരു പരമാധികാര രാഷ്ട്രമാണ് ഇന്ത്യ എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ എല്ലാ പവേഴ്സും ഷാൾ ഫ്ലോ ഫ്രം ദ പീപ്പിൾ, അതായത് ജനങ്ങളിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, ആ രാജ്യത്തെ എല്ലാ തരത്തിലുള്ള പരമാധികാരവും അതേപോലെ തന്നെ സ്വാതന്ത്ര്യമൊക്കെ വരുന്നത്. അതായത് ജനങ്ങളെ ഇൻവോൾവ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇന്ത്യയിൽ ഏത് റൂൾസും റെഗുലേഷൻസും ഒക്കെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നടപ്പാക്കുക. ഇറ്റ് ഈസ് ഫ്ലോ ഫ്രം ദ പീപ്പിൾ അല്ലാതെ ഗവൺമെൻറ് ജനങ്ങളുടെ മേലെ എന്ത് ചെയ്യല, അടിച്ചേൽപ്പിക്കുന്ന രൂപത്തിലായിരിക്കില്ല കാര്യങ്ങൾ എന്നാണ് പറഞ്ഞത്. All the people of India shall be guaranteed a secured social, economic and political justice, equality of the status and opportunities, and equality before law, and fundamental freedom of speech, expression, belief, faith, worship, vocation, association and action, subject to law and public morality. അതായത് ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും എന്തുണ്ട്, സ്വാതന്ത്ര്യം അല്ലേ, അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം, അവർക്ക് അനുയോജ്യമായിട്ടുള്ള മതവിശ്വാസങ്ങൾ വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം, അതുപോലെ തന്നെ അവരുടെ ഇഷ്ടപ്പെട്ട ജോലി ചെയ്യാനുള്ള സ്വാതന്ത്ര്യം, അസോസിയേഷനുകൾ രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം, അത് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും തുല്യ അവകാശങ്ങളുണ്ട്. ജോലിയിലായാലും മറ്റുള്ള എല്ലാ കാര്യങ്ങളിലും അവർക്ക് എന്താ പറയുക, നിയമത്തിൻ്റെ മുന്നിൽ എല്ലാവരും സമന്മാരാണ്. പക്ഷേ ഇങ്ങനെ ഇന്ത്യയിലെ ഓരോ ജനങ്ങളും അവരുടെ താല്പര്യത്തിനനുസരിച്ച് ജീവിക്കാൻ അവർക്ക് അവകാശമുണ്ട്. എന്തും കൂടെ നോക്കണം, സബ്ജക്റ്റ് ലോ, അതായത് നിയമത്തിന് അതീതമായിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് പബ്ലിക് മൊറാലിറ്റി, അതായത് ഒരു പബ്ലിക് മൊറാലിറ്റിയെ സമൂഹത്തിന് നിരക്കുന്ന രൂപത്തിലുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ അവരുടെ. അപ്പോൾ ഞാനൊരു സ്വാതന്ത്ര്യം അനുഭവിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, സമൂഹത്തിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന രൂപത്തിൽ, മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യം ഹനിക്കുന്ന രൂപത്തിൽ നമ്മുടെ സ്വാതന്ത്ര്യം എന്ത് ചെയ്യരുത്, നമ്മൾ ഉപയോഗിക്കരുത്. അതാണ് അവിടെ പറഞ്ഞത്. അപ്പം ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും എന്തുണ്ട്, എല്ലാ രൂപത്തിലുള്ള സ്വാതന്ത്ര്യവും അനുഭവിക്കാനുള്ള അവകാശം ഉണ്ട്. ഓക്കെ. The minorities, backward and tribal areas, depressed and other backward classes shall be provided adequate safeguard. അപ്പം ഇങ്ങനെ എല്ലാവർക്കും തുല്യ അവകാശവും സംരക്ഷണവും ഒക്കെ ഉണ്ട് എന്ന് പറയുന്നതോടൊപ്പം തന്നെ മൈനോറിറ്റി ആൻഡ് ബാക്ക്വേർഡ് അല്ലേ, ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കും പിന്നോക്ക വിഭാഗങ്ങൾക്കും ട്രൈബൽ ഏരിയാസിൽ താമസിക്കുന്ന ആളുകൾക്കും ഒക്കെ, അതുപോലെ തന്നെ ഡിപ്രസ്ഡ് ക്ലാസ്സിനൊക്കെ പ്രത്യേക പരിഗണനയും പ്രത്യേക സംരക്ഷണവും ഒക്കെ എന്ത് നൽകുന്നുണ്ട്, ഭരണഘടനയിൽ വിഭാവനം ചെയ്യുന്നുണ്ട് അല്ലേ. പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, മൈനോറിറ്റീസിന് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിലും അതുപോലെ തന്നെ ജോലി സംബന്ധമായ കാര്യങ്ങളിലൊക്കെ അവർക്ക് എന്തുണ്ട്, റിസർവേഷൻ കൊടുത്തിട്ടുണ്ട്. റിസർവേഷൻ പോളിസി ഭരണഘടന പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതെന്തിനു വേണ്ടിയിട്ടാണ്, അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട്, മൈനോറിറ്റീസിനെ എന്താ പറയുക മുൻപന്തിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അതും ഭരണഘടന പ്രൊവൈഡ് ചെയ്യുന്ന ഒരു
കാര്യം കൂടിയാണ് അല്ലേ. ദ ടെറിട്ടോറിയൽ ഇൻറ്റഗ്രിറ്റി ഓഫ് ദ റിപ്പബ്ലിക് ആൻഡ് ഇറ്റ്സ് സോവറിൻ റൈറ്റ്സ് ഓൺ ലാൻഡ്, സീ ആൻഡ് എയർ ഷാൾ ബി മെയിൻറ്റെയിൻഡ് അക്കോർഡിംഗ് ടു ദ ജസ്റ്റിസ് ആൻഡ് ലോ ഓഫ് സിവിലൈസ്ഡ് നാഷൻ അല്ലേ. അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ ലാൻഡ്, അതുപോലെ തന്നെ കര, കടൽ, എയർ അല്ലേ, നാവികപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അക്കോർഡിംഗ് ടു ദ ജസ്റ്റിസ് ആൻഡ് ലോ ഓഫ് സിവിലൈസ്ഡ് നാഷൻ, അതൊക്കെ എന്ത് പറയും, ഒരു നിയമത്തിന് അനുസൃതമായ രൂപത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, ഉപയോഗിക്കാം. പരമാധികാരം ഉണ്ടായിരിക്കും എല്ലാവർക്കും. അതായത് കരരൂപത്തിലായാലും അത് വ്യവസായങ്ങൾ സ്ഥാപിപ്പം നമുക്ക് എന്താ പറയുക, ലാൻഡിൽ ഒരാൾക്ക് ബിസിനസ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ഉപയോഗിക്കാം, ലാൻഡ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ സീ നമ്മുടെ രാജ്യത്തിൻ്റെ അധീനതയിലുള്ള പ്രദേശത്തുള്ള കടലിൽ അവർക്ക് ഏത് രൂപത്തിലുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റും അവനവൻ്റെ ജീവിത ഉപാധിക്ക് വേണ്ടിയിട്ട്. പക്ഷെ അതൊക്കെ എന്തായിരിക്കണം എന്നാണ് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അക്കോർഡിംഗ് ടു ദ ജസ്റ്റിസ് ആൻഡ് ലോ ഓഫ് സിവിലൈസ്ഡ് നാഷൻ, നിയമത്തിന് അതീതമായിട്ടുള്ള രൂപത്തിലായിരിക്കണം അത്തരം കാര്യങ്ങളൊക്കെ യൂട്ടിലൈസ് ചെയ്യേണ്ടത് എന്ന് അല്ലേ. മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രൂപത്തിൽ അല്ലെങ്കിൽ രാജ്യത്തിന് അപകടകരമാകുന്ന രൂപത്തിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ സീ, ലാൻഡ്, എയർ ഒന്നും എന്ത് യൂട്ടിലൈസ് ചെയ്യാൻ പാടില്ല. അതാണ് ഉദ്ദേശിച്ചത്. ദ ലാൻഡ് വുഡ് മേക്ക് ഫുൾ ആൻഡ് വില്ലിംഗ് കോൺട്രിബ്യൂഷൻ ടു ദ പ്രൊമോഷൻ ഓഫ് ദ വേൾഡ് പീസ് ആൻഡ് വെൽഫെയർ ഓഫ് മാൻകൈൻഡ്. അതായത് ഈ നമ്മുടെ രാജ്യത്തുള്ള ഈ സ്പേസ് അതെന്ത് വേണ്ടി ഉപയോഗിക്കാം, വില്ലിംഗ് കോൺട്രിബ്യൂഷൻ ടു ദ പ്രൊമോഷൻ ഓഫ് വേൾഡ് പീസ് ആൻഡ് വെൽഫെയർ ഓഫ് മാൻകൈൻഡ്, ലോക സമാധാനത്തിന് വേണ്ടിയിട്ടും മനുഷ്യരാശിയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടും എന്ത് ചെയ്യാൻ പറ്റും, നാടിനെ ഉപയോഗപ്പെടുത്താനുള്ള സ്വാതന്ത്ര്യവും അവകാശവും ഉണ്ട്. അതൊക്കെ എന്തെന്ന് പറയുന്നുണ്ട് ഭരണഘടനയുടെ ആമുഖത്തിൽ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനിൽ ഇതൊക്കെ പറയുന്നുണ്ട്. അപ്പം ഈ ഓരോരോ കാര്യങ്ങളിൽ നിന്നാണ് പിന്നെ എന്ത് വരുന്നത്, ഭരണഘടനയുടെ ഉള്ളിലേക്ക് പോകുമ്പോൾ അതിനോരോന്നിനും ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് മൊത്തത്തിൽ ഭരണഘടനയുടെ ഉള്ളടക്കം എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് 1 by 1 ആയിട്ടൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഇൻഹെറിറ്റൻസ് ഓഫ് നാഷണൽ മൂവ്മെൻറ്റ് അത് എസ്സേയിലെ ഒരു ഇമ്പോർട്ടൻ്റ് ഭാഗമാണ്, 3rd ഫാക്ടർ. അത് നിങ്ങൾ നോക്കണം. ഇനി അവസാനത്തെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ, ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അതോറിറ്റി ഡിസൈഡ് ചെയ്യുന്ന ലാസ്റ്റ് ഫാക്ടറാണ് നമ്മൾ പറയാൻ പോകുന്നത്, ഇൻസ്റ്റിറ്റ്യൂഷണൽ അറേഞ്ച്മെൻറ്റ്സ്. നമ്മൾ ഒരു അതോറിറ്റി ഓഫ് എ കോൺസ്റ്റിറ്റ്യൂഷൻ മുമ്പ് പറഞ്ഞിരുന്നല്ലോ. ഒരു ഭരണഘടനയുടെ ജനറലായിട്ടുള്ള ആധികാരികതയെ നിർണ്ണയിക്കുന്ന ഒരു ഘടകം നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു, ബാലൻസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ഡിസൈൻ അല്ലേ. അത് തന്നെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ കേസിലും പറയുന്ന ഈ കാര്യം. അതായത് ഇൻസ്റ്റിറ്റ്യൂഷണൽ അറേഞ്ച്മെൻറ്റ്, ദാറ്റ് ഈസ് എഫക്റ്റീവ് ഡെമോക്രാറ്റിക് ഗവർണൻസ് റിക്വയേഴ്സ് സെപ്പറേഷൻ ഓഫ് പവേഴ്സ് എമോങ് ദ 3 ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലേ. സെപ്പറേഷൻ ഓഫ് പവേഴ്സ് വേണം ഏതിലൊക്കെ കാര്യത്തിൽ, ലെജിസ്ലേറ്റർ, എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറി. അതായത് നിയമനിർമ്മാണം, ഭരണനിർവഹണം, അതുപോലെ തന്നെ ജുഡീഷ്യറി, നീതിന്യായം, ഈ 3 വകുപ്പുകളുണ്ട് അല്ലേ. ഒരു ഗവൺമെൻറ്റിൻ്റെ 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ് ലെജിസ്ലേറ്ററും എക്സിക്യൂട്ടീവും അതുപോലെ തന്നെ ജുഡീഷ്യറിയും. ഈ 3 തലങ്ങളും തമ്മിൽ എന്ത് വേണം, ഒരു സെപ്പറേഷൻ വേണം. സെപ്പറേഷൻ അതായത് ഒന്ന് മറ്റൊന്നിൻ്റെ പ്രവർത്തനത്തിന് എന്താവരുത്, ഒരു തടസ്സമാവരുത്, വിലങ്ങ് തടിയാവരുത്. ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള റോളുണ്ട്. ആ റോൾ എന്ത് ചെയ്യണം, അവർ വഹിക്കണം എന്നാണ് പറയുന്നത്. ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി വർക്ക്ഡ് ഹാർഡ് ടു ഇവോൾവ് ദ റൈറ്റ് ബാലൻസ് ബിറ്റ്വീൻ ദീസ് 3 ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതായത് കോൺസ്റ്റിറ്റ്യൂഷനിൽ പ്രത്യേകമായിട്ട് പല റൂൾസും റെഗുലേഷൻസും പറഞ്ഞിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലെജിസ്ലേച്ചറും എക്സിക്യൂട്ടീവും അതുപോലെ തന്നെ ജുഡീഷ്യറിയും തമ്മിലുള്ള പവറുകൾ ഓരോന്നും എന്താണെന്ന് ഇവിടെ വളരെയധികം എന്താ പറയുക ഡിഫറൻഷിയേറ്റ് ചെയ്തുകൊണ്ട് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുണ്ട്. ഇന്ന അധികാരങ്ങൾ ലെജിസ്ലേച്ചറിലുണ്ട്. അതുപോലെ തന്നെ ഇതൊക്കെയാണ് ഒരു എക്സിക്യൂട്ടീവിൻ്റെ അധികാര പരിധിയിൽപ്പെടുന്ന കാര്യങ്ങൾ. ഒരു ജുഡീഷ്യറിക്ക് ഇത്തരത്തിലുള്ള ഇടപെടലുകൾ നടത്താം എന്നൊക്കെ കോൺസ്റ്റിറ്റ്യൂഷനിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്തുള്ളും എന്ത് ചെയ്യുക, ഒരു ഗവൺമെൻറ്, ഒരു ജനാധിപത്യ ഭരണ സംവിധാനം വളരെ സക്സസ്ഫുള്ളായിട്ട് എന്ത് ചെയ്യുള്ളൂ, മുന്നോട്ട് പോകുകയുള്ളൂ.
ഓക്കെ, ദിസ് ലെഡ് ടു ദ അഡോപ്ഷൻ ഓഫ്, അങ്ങനെ ഈ മൂന്ന് കാര്യങ്ങളിലും നമ്മൾ സെപ്പറേഷൻ വേണമെന്ന് പറയില്ല. അതെന്തിലേക്ക് നയിക്കുന്നു ചോദിച്ചാൽ ദ പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ്. അങ്ങനെ ആവുന്ന സമയത്താണ് ഒരു പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ് ഉണ്ടാവുക അല്ലേ. ലെജിസ്ലേറ്റർ നിയമനിർമ്മാണമാണല്ലോ പാർലമെൻറ്റ് വഹിക്കുന്ന റോള്. അതുപോലെ തന്നെ എ ഫെഡറൽ അറേഞ്ച്മെൻറ്റ് ബിറ്റ്വീൻ ദ സെൻറ്റർ ആൻഡ് ദ സ്റ്റേറ്റ്. ഫെഡറൽ അറേഞ്ച്മെൻറ്റ് ബിറ്റ്വീൻ ദ സെൻറ്റർ ആൻഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മളറിയാം നമ്മുടെ കേസിൽ സെൻട്രൽ ഗവൺമെൻറ്റും അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റും ഉണ്ടല്ലേ. ഇന്ത്യയിലെ സംസ്ഥാനങ്ങളും അതുപോലെ തന്നെ അതിനെല്ലാം മുകളിൽ നിൽക്കുന്ന ഇവരെല്ലാം കൺട്രോൾ ചെയ്ത് പോകുന്ന സെൻട്രൽ ഗവൺമെൻറ്റും ഉണ്ട്. അപ്പോൾ ഇവർ തമ്മിലുള്ള റിലേഷൻ എങ്ങനെയായിരിക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫെഡറൽ റിലേഷനാണ്, അല്ലെങ്കിൽ ഫെഡറൽ അറേഞ്ച്മെൻ്റാണ്. ഈ ഫെഡറൽ അറേഞ്ച്മെൻ്റ് എന്ന് മീൻസ് ഇപ്പോൾ ചില കാര്യങ്ങളിൽ കേന്ദ്രത്തിന് പരമാധികാരം ഉണ്ടാവും, ചില കാര്യങ്ങളിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് പരമാധികാരം ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, രാജ്യത്തിൻ്റെ എന്താ പറയുക സുരക്ഷയിൽ ആർക്കാണ് പരമാധികാരം? സെൻട്രൽ ഗവൺമെൻറ്റിനാണ് പരമാധികാരം അല്ലേ. സെൻട്രൽ ഗവൺമെൻറ്റിനാണ് പരമാധികാരം ഉണ്ടാവുക. അപ്പോൾ അത് യൂണിയൻ ലിസ്റ്റിൽ പെടുന്ന കാര്യങ്ങൾ, അതായത് യൂണിയൻ്റെ ലിസ്റ്റിൽ പെടുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ പൊതുജനാരോഗ്യം, പിന്നെ പഞ്ചായത്ത് സംവിധാനം, ഇതൊക്കെ ശരിക്കും ആർക്കാണ്? ഒരു സംസ്ഥാനത്തിനുള്ളിലുള്ള കാര്യങ്ങൾ, അത് സംസ്ഥാന ഗവൺമെൻറ്റിനാണ് അതിൻ്റെ പരമാധികാരം ഉണ്ടാവുക. അപ്പം അത് സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ്. ഓക്കെ, സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളുണ്ട്, സെൻട്രൽ ലിസ്റ്റിൽ അതായത് യൂണിയൻ ലിസ്റ്റിൽ. പിന്നെ ചില കാര്യങ്ങൾ എന്തുണ്ടാവുമെന്നറിയോ? സെൻട്രൽ ഗവൺമെൻറ്റിനും അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും കോപ്പറേഷൻ, രണ്ട് ആൾക്കും ഇടപെടലുകൾ നടത്താൻ പറ്റിയ കാര്യങ്ങളുണ്ടാവും. ഫോർ എക്സാമ്പിൾ എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഇവർക്ക് സെൻട്രൽ ഗവൺമെൻറ്റിനും ഉണ്ട് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും അവർക്ക് അതിനെ കൺകറൻറ്റ് ലിസ്റ്റ് എന്ന് പറയും. അപ്പോൾ ഈ ഫെഡറൽ അറേഞ്ച്മെൻറ്റ് ഇൻ മീൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിന് അധികാരമുള്ള ഒരു കാര്യത്തിൽ ഇപ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ സംസ്ഥാനത്തെ ക്രമസമാധാന നില തകരാറിലാകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യുക, വളരെയധികം വയലൻസ് ഒക്കെ നടക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും സംസ്ഥാനത്തെ എന്ത് ചെയ്യാൻ പറ്റും? ഒരു രാഷ്ട്രീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള അധികാരം സെൻട്രൽ ഗവൺമെൻറ്റിനുണ്ട്. അതിനെ എന്താ പറ്റില്ല, സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് അതിനെ തടയിടാൻ പറ്റില്ല. അപ്പം അതെന്ത് ചെയ്യണം? അത് സെൻട്രൽ ഗവൺമെൻറ് അധികാരമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞു പൊതുജനാരോഗ്യം എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ലൊക്കാലിറ്റിയിൽ അവിടുത്തെ ജനങ്ങളുടെ ഹെൽത്ത് പ്രോബ്ലം സോൾവ് ചെയ്യാൻ സ്റ്റേറ്റ് ഗവൺമെൻറ് എന്തെങ്കിലും ഒരു റൂൾസൊക്കെ ഇറക്കുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പറ്റില്ല, സെൻട്രൽ ഗവൺമെൻറ്റിൽ അതിന് ഒരു വിലങ്ങ് തടിയായിട്ട് അവിടെ നിൽക്കാൻ പാടില്ല. കാരണം അത് സ്റ്റേറ്റിൻ്റെ ആവശ്യമാണ്. അപ്പോൾ അത് സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള കാര്യമാണ്, സ്റ്റേറ്റിൻ്റെ ആവശ്യം, അതാണ് സെൻട്രൽ ഗവൺമെൻറ് അംഗീകരിച്ചേ മതിയാകൂ. അങ്ങനെ ഒരാളുടെ അധികാരത്തിൽ മറ്റേയാൾ ഇടപെട്ടുകൊണ്ട് തടസ്സം സൃഷ്ടിക്കാൻ പാടില്ല. ഇങ്ങനെ ഉള്ള സംവിധാനത്തിന് പറയുന്ന പേരാണ് ഫെഡറൽ സിസ്റ്റം. ഓരോരുത്തർക്ക് എന്താണ് റോള് അതെന്ത് ചെയ്യുക, അവർക്ക് അവരുടെ ചുമതലപ്പെട്ട കാര്യങ്ങൾ അവർ ചെയ്യാൻ അനുവദിക്കുക. അപ്പോൾ ഈ ലെജിസ്ലേറ്ററും എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും തമ്മിൽ ഈ സെപ്പറേഷൻ ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വരുന്നതാണ് ഫെഡറൽ അറേഞ്ച്മെൻറ്റ് ബിറ്റ്വീൻ ദ സെൻറ്റർ ആൻഡ് ദ സ്റ്റേറ്റ് എന്നുള്ള പറയുന്ന കാര്യം. മനസ്സിലായല്ലോ? Okay, this is clear demarcation of the powers of legislature, judiciary and executive. Similarly, there is a clear demarcation of the duties and powers of the center and the state. അപ്പം ഇവരെ പവറും നമ്മൾ പറയുന്നുണ്ട് ലെജിസ്ലേച്ചറും എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയുടെ പവർ അതുപോലെ തന്നെ പറയുന്നുണ്ട് ഡ്യൂട്ടിയും നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം അല്ലേ. അവർക്ക് ഓരോ സെൻട്രലിനുള്ള ഡ്യൂട്ടി, സ്റ്റേറ്റ് ഗവൺമെൻറ്റിനുള്ള ഡ്യൂട്ടിയൊക്കെ നമുക്ക് ഈ ഒരു സെപ്പറേഷനിലൂടെ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായല്ലോ. അപ്പോൾ 4 നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എന്തിൻ്റെ? അതോറിറ്റി ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡിസൈഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് നമ്മൾ പറഞ്ഞു. ഇത് അവസാനിച്ചു ഇവിടെ. ഓക്കെ, ഇത് എസ്എ ക്വസ്റ്റ്യനായിട്ട് എക്സാമിന് വരാൻ വന്നിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഇനി ഇതിൻ്റെ ലാസ്റ്റ് ഭാഗം ചെറിയൊരു ടോപ്പിക്കിലേക്ക് നമ്മൾ പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷനിലുള്ള പല കാര്യങ്ങളും
കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി എന്ത് ചെയ്യുന്നതിന് വേറെ ഭരണഘടനയിൽ നിന്ന് ബോറോ ചെയ്യുന്നതാണ്. കാരണം ഓരോ കാര്യങ്ങളും അവർ സ്വയം നിർമ്മിച്ചതല്ല, മറ്റു രാജ്യങ്ങളിലെ ഭരണഘടനയിൽ നിന്ന് ബോറോ ചെയ്ത് കടമെടുത്തിട്ടുള്ള നമ്പർ ഓഫ് കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇവിടെ പറയാൻ പോകുന്നത്. അത് എക്സാമിന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സോ അല്ലെങ്കിൽ മാച്ച് ദ ഫോളോയിങ് ഒക്കെ ആയിട്ട് എക്സാമിന് വരും. അപ്പോൾ ആ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ബോറോയിങ് ഐഡിയാസ്, കടമെടുത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് മറ്റു ഭരണഘടനയിൽ നിന്ന്, അമേരിക്കൻ ഭരണഘടന, അതുപോലെ തന്നെ ബ്രിട്ടീഷ് ഭരണഘടന, ജർമ്മൻ കോൺസ്റ്റിറ്റ്യൂഷൻ, സൗത്ത് ആഫ്രിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇങ്ങനെ പല ഭരണഘടന ഉണ്ടല്ലോ, അവിടുന്ന് പല കാര്യങ്ങളും ഇന്ത്യ ഭരണഘടന നിർമ്മിക്കുന്ന സമയത്ത് അവരെന്ത് ചെയ്യുന്നുണ്ട്, ബോറോ ചെയ്തിട്ടുണ്ട്. ആ കാര്യങ്ങളാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഒന്നാമത്തത് ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷന് എന്തൊക്കെ ബോറോ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദ ഫസ്റ്റ് പാസ്റ്റ് പോസ്റ്റ് സിസ്റ്റം, അതായത് അത് നിങ്ങൾക്ക് ഈ ബുക്കിൽ അവസാന ഭാഗങ്ങളിൽ പഠിക്കാനുള്ള ഒരു ടോപ്പിക്കാണ്. എലക്ഷൻ പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. എ സിസ്റ്റം വിച്ച് ഓൺലി എ പേഴ്സൺ ഹു ഗെറ്റ്സ് ദ മോസ്റ്റ് വോട്ട് ഈസ് എലക്റ്റഡ്. അപ്പോൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കേണ്ട, ഫസ്റ്റ് പാസ്റ്റ് പോസ്റ്റ് സിസ്റ്റം ഒന്ന് പഠിച്ചാൽ മതി. അതായത് ഒരു എലക്ഷൻ നടക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന സ്ഥാനാർത്ഥിയാണല്ലോ ജയിക്കൽ. അത് ഇന്ത്യയിൽ നടക്കുന്ന ഇലക്ഷൻ സമ്പ്രദായമാണ് ഇപ്പം ഫസ്റ്റ് പാസ്റ്റ് പോസ്റ്റ് സിസ്റ്റം. ആ സിസ്റ്റം എവിടുന്നാണ് അവർ കടമെടുത്തിട്ടുള്ളത്? ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് അത് കടമെടുത്തിട്ടുള്ളത്. നെക്സ്റ്റ്, പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ്. പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ് എന്ന കൺസെപ്റ്റും ബ്രിട്ടനിൽ നിന്നാണ് ദ ഐഡിയാസ് ഓഫ് റൂൾസ് ഓഫ് ലോ ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ സ്പീക്കർ ആൻഡ് ഹിസ് റൂള്, സ്പീക്കർ എന്നുള്ള ഒരു ഇതും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ റൂൾസും അദ്ദേഹവുമായി ബന്ധപ്പെട്ടുള്ള റൂൾസൊക്കെ ബ്രിട്ടനിൽ നിന്ന് കടമെടുത്തതാണ്. അടുത്തത് ലോ മേക്കിംഗ് പ്രൊസീജിയേഴ്സ്, അതായത് ഒരു നിയമം ഉണ്ടാക്കുന്ന സമയത്ത് നമുക്കറിയാം പെട്ടെന്നൊരു നിയമം ആവില്ല, അതിന് കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ട്. ആ പ്രൊസീജിയേഴ്സിലൂടെ കടന്നു പോന്നിട്ടാണ് അവസാനം അതൊരു ലോ ആയിട്ട് മാറുക. ആ പ്രൊസീജിയേഴ്സ്, വാട്ട് ആർ ദ പ്രൊസീജിയേഴ്സ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇറ്റ് ഈസ് ബോറോഡ് ഫ്രം ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്നൊക്കെ എന്ത് ചെയ്യും, നമ്മളോട് മാച്ച് ദ ഫോളോയിങ് ഒക്കെ ആയിട്ട് ചോദിക്കും. അപ്പോൾ എല്ലതും പഠിച്ചു വെക്കണം. ഓക്കെ, അടുത്തതാണ് ദ യുണൈറ്റഡ് സ്റ്റേറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ. അതായത് അമേരിക്കൻ ഭരണഘടനയിൽ നിന്ന് ബോറോ ചെയ്ത കാര്യങ്ങളെ ചാർട്ടർ ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, അതായത് മൗലികമായിട്ടുള്ള അവകാശങ്ങൾ, ഫണ്ടമെൻ്റൽ റൈറ്റ്സും ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്നൊക്കെ പറഞ്ഞത് ഭരണഘടനയിൽ നമ്മൾ കേട്ടിട്ടില്ലേ? മൗലികമായിട്ടുള്ള അവകാശങ്ങളും മൗലികമായിട്ടുള്ള കടമകളും. അപ്പം ഈ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, അവകാശങ്ങൾ എന്നുള്ളത് എവിടുന്നാണ്? യുണൈറ്റഡ് സ്റ്റേറ്റിൽ നിന്ന് കടമെടുത്തതാണ്. പവർ ഓഫ് ജുഡീഷ്യൽ റിവ്യൂ ആൻഡ് ഇൻഡിപെൻഡൻസ് ഓഫ് ദ ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറഞ്ഞ ടേമുണ്ട്. അത് നമുക്ക് ഈ ചാപ്റ്ററല്ല, ഇനി വരുന്ന ചാപ്റ്ററുകളിൽ നമ്മൾ പഠിക്കാം. ജുഡീഷ്യറിയുമായിട്ട് ബന്ധപ്പെട്ട ടേമാണ്. ആൻഡ് ദ ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറിയുടെ സ്വതന്ത്രാധികാരം, അതിനെ പറ്റിയിട്ടൊക്കെ അങ്ങനത്തെ കാര്യങ്ങൾ എവിടുന്ന് കടമെടുത്തതാണ്? യുണൈറ്റഡ് സ്റ്റേറ്റിൽ നിന്ന് കടമെടുത്തത്. അതായത് ഇപ്പോൾ ഒരു ജുഡീഷ്യറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടാവും ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ളത്. അതിങ്ങനെ ആയിരിക്കണം, അങ്ങനെ ആയിരിക്കണം, അതിൻ്റെ പ്രൊസീജിയേഴ്സൊക്കെ. ആ കാര്യങ്ങൾ അവർ അമേരിക്കൻ ഭരണഘടനയിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഇന്ത്യ കടമെടുത്തതെന്ന് അതിൻ്റെ അർത്ഥം. ഓക്കെ, നെക്സ്റ്റ്, സൗത്ത് ആഫ്രിക്കൻ കോൺസ്റ്റിറ്റ്യൂഷന് കടമെടുത്ത കാര്യങ്ങൾ. പ്രൊസീജിയർ ഫോർ ദ അമെൻമെൻറ്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, അതായത് ഭരണഘടന ഭേദഗതി ചെയ്യുക. നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ അതിന് മുമ്പ്. അമെൻമെൻറ്റിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞില്ല. അമെൻമെൻറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഭേദഗതി ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭരണഘടന ഉണ്ടാക്കിയ സമയത്ത് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ എന്തെങ്കിലും പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ട്, കാലഘട്ടത്തിൻ്റെ ആവശ്യകത കൊണ്ട് ഭരണഘടനയിൽ ചില മാറ്റങ്ങൾ വരുത്തൽ അനിവാര്യമായി തീരും. അപ്പോൾ എന്ത് ചെയ്യും, ചെറിയ മാറ്റങ്ങൾ അവിടെ വരുത്തും. അപ്പം അമെൻമെൻറ്റ് എന്നാണ് അതിന് പറയുക, ഭേദഗതി ചെയ്യുക. അപ്പോൾ അതിന് എന്തൊക്കെ പ്രൊസീജിയർ ഉണ്ട്? പെട്ടെന്ന് ഭരണഘടനയിൽ പോയിട്ട് കുറച്ച് ആൾക്കാർ പോയിട്ട് ആ മാറ്റം വരുത്തി അങ്ങനെ പ്രസിദ്ധീകരിക്കാൻ പറ്റില്ല. അതിന് പാർലമെൻറ്റിലൊക്കെ പല പ്രൊസീജിയേഴ്സ് കഴിഞ്ഞിട്ട് വേണം അമെൻമെൻറ്റ് റെഡി ആവാൻ. ആ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് സൗത്ത് ആഫ്രിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് ബോറോ ചെയ്തത്. നെക്സ്റ്റ്, ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷന് കടമെടുത്ത കാര്യങ്ങളാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി.
നിർദ്ദേശക തത്വങ്ങൾ എന്നൊക്കെ നമ്മൾ പറയും മലയാളത്തിൽ. അതായത് ഗാന്ധിയൻ ഫിലോസഫിയെ വെച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. എന്തൊക്കെയാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറയും. അതായത് ഒരു നല്ലൊരു സ്റ്റേറ്റ്, വെൽഫെയർ ആയിട്ടുള്ളൊരു സ്റ്റേറ്റ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ, ഒരു അന്തരീക്ഷം കിട്ടണമെങ്കിൽ അതിന് ചിലപ്പോൾ നിയമം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് എന്താ പറയുക, ലംഘിച്ചാൽ നമുക്ക് ശിക്ഷ ഒന്നും കിട്ടൂല. പക്ഷെ നമ്മളത് ചെയ്താൽ എന്ത് ചെയ്യും, സമൂഹത്തിൽ എല്ലാവർക്കും നല്ല എന്താ പറയുക സമാധാനത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയും ജീവിക്കാനുള്ള എന്താ പറയുക അവസരങ്ങളൊക്കെ വരും. അങ്ങനത്തെ ഗാന്ധിയൻ ആശയങ്ങൾ ഉൾക്കൊണ്ടിട്ടുള്ള കാര്യങ്ങളാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ എന്ന് പറയുക. അതും ഭരണഘടനയിലുള്ളതാണ്. ഇറ്റ് ഈസ് ബോറോഡ് ഫ്രം ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഇനി ഫ്രഞ്ച് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്ന കാര്യങ്ങൾ പ്രിൻസിപ്പിൾസ് ഓഫ് ലിബേർട്ടി, ഈക്വാലിറ്റി ആൻഡ് ഫ്രറ്റേണിറ്റി. നമ്മൾ കേട്ടിട്ടുണ്ട്. ഫ്രഞ്ച് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ട ടേമുകളാണത്. അത് ഫ്രഞ്ച് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് കടമെടുത്തുള്ളത്. ആൻഡ് ദ കനേഡിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ, കാനഡയിൽ നിന്ന് കടമെടുത്തിട്ടുള്ളതാണ് ക്വാസി ഫെഡറൽ ഫോം ഓഫ് ഗവൺമെൻറ്, എ ഫെഡറൽ സിസ്റ്റം വിത്ത് എ സ്ട്രോങ് സെൻട്രൽ ഗവൺമെൻറ്. അപ്പോൾ ക്വാസി ഫെഡറൽ ഫോം ഓഫ് ഗവൺമെൻറ് ആ ഒരു കൺസെപ്റ്റ് എവിടെ നിന്നാണ്, കനേഡിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ക്വാസി ഫെഡറൽ മീൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫെഡറൽ സിസ്റ്റം ആണ് വിത്ത് സ്ട്രോങ് സെൻട്രൽ ഗവൺമെൻറ്. അപ്പോൾ ഒരു സ്ട്രോങ് ആയിട്ടുള്ള സെൻട്രൽ ഗവൺമെൻറ്റും ഉണ്ട്, അതിൻ്റെ കീഴിലായിട്ട് സ്റ്റേറ്റ് ഗവൺമെൻറ്, അങ്ങനത്തെ ഒരു സിസ്റ്റം, അതിനാണ് ക്വാസി ഫെഡറൽ എന്നറിയുക. അത് എവിടുന്ന് ഫോം ചെയ്തതാണ്, കനേഡിയയിൽ നിന്ന് നമ്മൾ കടമെടുത്തതാണ്. അതിൽ തന്നെ വേറൊരു കാര്യം കൂടെ, ഐഡിയ ഓഫ് റെസിഡ്യുവൽ പവർ എന്നുള്ളൊരു പവറുണ്ട്. ആ ടേമൊക്കെ നമ്മൾ ഇതിൻ്റെ വഴിയുള്ള ചാപ്റ്ററിലൊക്കെ നോക്കും. ആ ടേമും എവിടെ നിന്ന് കടമെടുത്തതാണ്, കേന്ദ്രത്തിനുള്ള പ്രത്യേക പവറാണ് റെസിഡ്യുവൽ പവർ എന്നൊക്കെ പറയുന്നത്. കനേഡിയൻ കോൺസ്റ്റിറ്റ്യൂഷന് കടമെടുത്തതാണ്. ഓസ്ട്രേലിയൻ കോൺസ്റ്റിറ്റ്യൂഷന് കടമെടുത്താണ് കൺകറൻറ്റ് ലിസ്റ്റ് എന്നുള്ള ടേം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു സ്റ്റേറ്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ്. അപ്പോൾ കൺകറൻറ്റ് ലിസ്റ്റ് എവിടെ നിന്നാണ്, ഓസ്ട്രേലിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ്. ആൻഡ് ജർമ്മൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളതാണ് എമർജൻസി പ്രൊവിഷൻസ്, അതായത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള സാഹചര്യങ്ങൾ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കൂലേ കേന്ദ്ര ഗവൺമെൻറ്. അപ്പോൾ ആ എമർജൻസി പ്രഖ്യാപിക്കാനുള്ള പ്രൊവിഷൻസ് എവിടെ നിന്നാണ് കടമെടുത്തത്, ജർമ്മൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിലും അതുപോലെ തന്നെ മാച്ച് ദ ഫോളോയിങ്ങിലൊക്കെ വരാൻ സാധ്യത ഉള്ളതാണ്. ഇതിൽ ഏതെങ്കിലുമൊക്കെ ചോദിച്ച് അതിൻ്റെ അതിൻ്റെ കറസ്പോണ്ടിങ് കൺട്രിയുമായിട്ട് അത് മാച്ച് ചെയ്യാനൊക്കെ ചോദിക്കും. അപ്പോൾ ഇതോടുകൂടി ചാപ്റ്റർ ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. ഇതോടുകൂടെ ഇതാണ് ബോറോയിങ് ഐഡിയാസ്. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി ചാപ്റ്റർ അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതിലെ ഭാഗങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ എല്ലാ ക്ലാസ്സിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് നമുക്ക് നെക്സ്റ്റ് വാട്സപ്പ് ത്രൂ ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് വിശ്വസിക്കുന്നു. ഇനി നെക്സ്റ്റ് ഭാഗം നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ.